വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചിട്ട് മക്കളെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തര സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം. കാഹളനാദം പോലെ യോഹന്നാനോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. യോഹന്നാൻ ഇവിടെ കയറി വരിക. കം വിത്ത് മീ. അടുത്തത് മേലാൽ സംഭവിപ്പാനുള്ളത്. മേലാൽ വാട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക്. മേലാൽ എന്ത് സംഭവിക്കും? ഇന്ന് രാത്രി കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിന് ഒരു രാത്രി കൂടി സ്തുതി കരേറ്റ. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. ഇന്ന് രാത്രി ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറയുന്നു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുക. 2 പെന്തക്കോസ് പെരുന്നാൾ അവർ പ്രാപിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 3 9-ാം മണിനേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ദൈവത്തിന്റെ ദാസന്മാർ പത്രോസും യോഹന്നാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നു. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ അവിടെ കൊണ്ടിരുത്ത്. അവൻ ആവശ്യ സ്വോത്രകാഴ്ചയാ, അല്ലാതെ അവന് വിടുതൽ വേണ്ട. കഴിഞ്ഞ 3.5 വർഷം പള്ളി പ്രമാണിമാർ യേശു വരുമെന്ന് പറഞ്ഞ് അവനെ അവിടെ കൊണ്ടിരുത്തിയില്ല. പക്ഷേ സംഭവിച്ചത് എന്താ? യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. ഇവർ വിചാരിച്ച് ഇനി അത്ഭുതം നടക്കത്തില്ലെന്ന്. ഈ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ രാവിലെ ചർച്ചിനകത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവൻ അവിടെ നിന്ന് ഭിക്ഷ യാചിക്കുന്നു. അഭിഷേകം പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങൾ അവിടെ മുട്ടുമടക്കി ആ കുഞ്ഞിന്റെ കരം പിടിച്ചിട്ട് മകനോട് പറഞ്ഞു, മകനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല, എന്നാൽ ഒന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം. അതങ്ങോട്ട് കരങ്ങളിൽ കൊടുത്തപ്പോൾ അവന്റെ നരയാണികൾ ഉറയ്ക്കുവാനിടയായി, അവന്റെ ബ്ലഡിന്റെ കൗണ്ട് മാറുവാനിടയായി തീർന്നു. അവൻ എഴുന്നേറ്റ് തുള്ളി ചാടി ആലയത്തിനകത്ത് പ്രവേശിച്ചെങ്കിൽ ഈ കൺവെൻഷന്റെ ഒടുക്കാലത്തെ രാത്രി ചില കുരുടായ കണ്ണുകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറക്കുന്ന രാത്രിയായി മാറട്ടെ. ചില മുടന്തായ കാലുകൾ ഇന്ന് രാത്രി സ്വർഗം ചലിപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. ചില പാപത്തിന്റെ കുഷ്ഠങ്ങൾ ഇന്ന് രാത്രി തകർന്ന് മാറുമ്പോൾ മൗണ്ട് ഒലിവ് ചർച്ച് ഓഫ് ഗോഡിനകത്ത് ചില ദൈവ കുഞ്ഞുങ്ങൾ നാളെ പകൽക്കാലം തുള്ളി ചാടി ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുക. അങ്ങയുടെ ദിവ്യ കരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ മാത്രമല്ല, കുന്നപ്പുഴ ദൈവസഭയ്ക്കകത്തും പുറത്ത് ഇന്ന് രാത്രി വെളിപ്പെടുന്ന നല്ല രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദപീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച പൊന്ന് കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. തേജസ് വാരി ഉടുത്ത കർത്താവിന്റെ കരത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ കുന്നപ്പുഴ പട്ടണത്തിനകത്ത് ഇന്ന് രാത്രി സത്യവചനം പ്രസംഗിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുക, ചില മുളകൾ പൊട്ടുക, കർത്താവിന് വേണ്ടി ചില കരങ്ങൾ വെളിപ്പെടുക. ഇന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാള് എന്റെ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. എന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് വചനം പ്രസ്താവിക്കുന്നത് പോലെ ജീവജല നദിയുടെ തിരുവെടുത്ത് ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി ഒരു പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയായി മാറട്ടെ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെ ഈ രാത്രി ദൈവം അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകൾ ഇന്ന് രാത്രി തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരുത്, നാഥന്റെ നാമം മാത്രം ഈ രാത്രി ഉയരണ. ശബ്ദം വെളിച്ചം പ്രകൃതി കുന്നപ്പുഴയിലെ എല്ലാ മക്കളും ഈ രാത്രി എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടേ. വചനത്തിന്റെ വാതിലുകൾ തുറക്കണം. ഈ കുഞ്ഞുങ്ങളെ ദൈവം കാക്കണം. വിടുതലോട് മടക്കി വിടും. മഹത്വവും പുകഴ്ചയും എല്ലാം അപ്പച്ചന് കരയേറ്റുന്നു. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദിയപ്പ. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ അമ്മയൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാ. ഇന്നലെ രാത്രി വെളിപ്പാടിൻ്റെ ആദ്യ ഭാഗം നാം ചിന്തിച്ചു. ഇന്ന് രണ്ടാം ഭാഗത്തിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ ഒരു കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറി. അവൻ മരിച്ചില്ല. അവനെ എന്തോ ഇത് എഫെസോസ് സഭയിലേക്ക് കൊണ്ടുവിട്ടു. പടയാളികൾ ചെന്ന് ഡൊമീഷ്യനോട് പറഞ്ഞു, സാറ് താങ്കൾ തന്ന കൽപ്പന പ്രകാരം വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി മൂർച്ചയേറിയ ആയുധം കൊണ്ട് ഞങ്ങൾ കീറി. അവൻ മരിച്ചില്ല. ഉടനെ ഡൊമീഷ്യൻ പറഞ്ഞു, നിങ്ങളെ എനിക്ക് കാണണ്ട, പോകാൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ കൊടുത്ത രണ്ടാമത്തെ ശിക്ഷാവിധിയ അവൻ്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വറചട്ടിക്കകത്ത് വലിച്ചെറിയണം. പ്രഭാതത്തിൽ അരണ്ട വെളിച്ചത്തിനകത്ത് പടയാളികൾ എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായി 90 വയസ്സിന് പ്രായമുള്ള അപ്പച്ചൻ രാവിലെ വചനം വായിക്കുമ്പോൾ പടയാളികൾ അവിടെ ചെന്നു. അപ്പച്ചനോട് ഇങ്ങനെ പറയുന്നു, ജോസീഫസ് തങ്കത്താളുകളിൽ രേഖപ്പെടുത്തി, അപ്പച്ച താങ്കൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കാണാൻ ആരെങ്കിലും ആവശ്യമുണ്ടോ? അപ്പച്ചൻ ചോദിച്ചു, എന്താ കുഞ്ഞുങ്ങളെ കാര്യം? ഇന്ന് താങ്കളുടെ ഫൈനൽ ഡേ. ആ കൈകാലികൾ ബന്ധിച്ച് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് താങ്കളെ വലിച്ചെറിഞ്ഞ് മുക്കിക്കൊല്ലുവാനുള്ള കൽപ്പന. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ മുഖത്തൊരു ചെറിയ മന്ദസ്മിതം. പടയാളികൾ അപ്പച്ചനോട് ചോദിച്ചു, ഉപദേശിയെ, മരണം മുന്നിൽ കാണുമ്പോൾ എന്തിനാ താങ്കളുടെ മുഖത്ത് മന്ദസ്മിതം? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ചക്രവർത്തി ഈ കൽപ്പന എഴുതുന്നതിന് മുമ്പ് ബാബേലിൻ്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പന എഴുതി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ദുരാസു സമഭൂമിയിൽ ഒരു ബിംബത്തെ പടുത്തുയർത്തി. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ മുൻപിൽ വണങ്ങാത്ത സകലരെയും, മിണ്ടുന്നില്ലല്ലോ, 700 ഇരട്ടി തീക്കകത്ത് വലിച്ചെറിയുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് സ്വർഗമുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവുണ്ടാക്കിയ ബിംബത്തെ വടങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ തീജ്വാലയ്ക്കകത്ത് ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ചെങ്കിൽ ആ മഹാദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടും. ഇന്ന് രാത്രി വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പം കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. ഇന്ന് രാത്രി പറയണം, എരിയുന്ന തീച്ചൂള നിനക്കെതിരെ നിന്ന് സിസ്റ്റർ ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവം, എരികോയുടെ മതിലുകളെ തകർക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. നിനക്കെതിരെ പോരാടി ഒഴുകുന്ന ചെങ്കടലിനെ വിഭജിക്കുക ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ അവൻ്റെ അഭിഷേകത്തിൻ്റെ വടി ഇന്ന് രാത്രി നീ ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു ചുള്ളി വടി മോശയുടെ കരങ്ങളിൽ കൊടുത്തു. അവൻ ദൈവസന്നിധിയിൽ വടി നീട്ടിയപ്പോൾ അന്ന് രാത്രി ആകാശത്തിൽ നിന്ന് കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ വിഭജിക്കുവാൻ ഒരു നല്ല ദൈവമുണ്ടെങ്കിൽ ഒരു പച്ച ഒരു കഴുതയുടെ താടിയല്ല ശിംശോന്റെ കരങ്ങളിലേക്ക് കിട്ടിയപ്പോൾ ആയിരക്കണക്കിന് ഫെലിസ്ത്യരെ തകർക്കുക അവന്റെ മേലൊരു അഭിഷേകം ചലിച്ചുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേലുള്ള അഭിഷേകത്തെ തിമോത്തിയോസേ, നിന്റെ കൃപാവരങ്ങൾ ഇന്ന് രാത്രി ജ്വലിപ്പിക്കുക. പിശാച് നിന്നോട് പോരാട്. നിന്റെ ആയുസ്സിനെതിരെ പോരാട്ടം വരും, നിന്റെ കുടുംബത്തിനെതിരെ പോരാട്ടം വരും, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ പോരാട്ടം വരും. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് പേരെ പാഞ്ഞെടുക്കും. പിശാച് എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി സിസ്റ്റർ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, ബ്രദർ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നിന്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്തുനിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം ആകാശത്ത് കടന്നു കയറിയാൽ അവൻ്റെ കരം നിന്നെ തേടിയെത്ത്. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കടക്ക വിരിച്ചാൽ അവൻ്റെ കരം നിന്നെ തേടിയെത്തുമെങ്കിൽ 2023 ഏപ്രിൽ മാസം 1-ാം തീയതി പറയണം, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ കുടുംബത്തിനകത്ത് ഒരു തലമുടി നാര് പോലും താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. ആരാ നിന്റെ ദൈവം? ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കുന്നപ്പുഴയിൽ പറയണം, എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. ഇന്ന് രാത്രി ഭൂകമ്പം വരട്ടെ, സുനാമി വരട്ടെ, കീഴെ ശാശ്വത ഭുജങ്ങൾ വെച്ച ദൈവത്തെ നീ ആരാധിക്കുന്നത്. നിന്റെ വീട്ടിൻ്റെ മേൽ ഉൽക്ക വീഴുക ഇന്ന് രാത്രി എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കാക്കൂ. ഈ രാത്രി വിശ്വാസത്തോട് ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടി പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം സിംഹത്തിന്മേലും അണലിമേലും ഞാൻ ചവിട്ടു, പേരും പാമ്പിനെയും ഞാൻ മെതിച്ചു കളയും. ആ നല്ല ദൈവത്തെയാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. സ്വോത്രം. യെസ്, കൂട്ടപ്പിശാച് നടുങ്ങട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, എൻ്റെ തലയിലെ ഒരു മൂടിനാര് താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സ്വോത്രം.
ആ യോഹന്നാൻ അപ്പോസ്തലനെ എവിടെ കൊണ്ടുപോയി? യോഹന്നാൻ അപ്പോസ്തലനെ എവിടെ കൊണ്ടുപോയെന്നറിയാമോ? യോഹന്നാൻ അപ്പോസ്തലനെ കാരാഗൃഹത്തിനകത്ത് കൊണ്ടുപോയി. തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാൻ അപ്പോസ്തലനെ വലിച്ചങ്ങ് ഇട്ടു, കൈകാലുകൾ ബന്ധിച്ച്. 190 വയസ്സിന് മേളിൽ നിൽക്കുക. പടയാളികൾ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി എടുക്കാൻ കാണുക, നമ്മൾ ചിക്കൻ ഫ്രൈ വറക്കുന്നത് പോലെ. അദ്ദേഹം അവിടെ വീണു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തല പൊക്കിയിട്ട് പറഞ്ഞു, മക്കളെ കൈ പുതപ്പുമല്ലോ ഇരിപ്പുണ്ടോ ഒന്ന് തരാനായിട്ട്. സ്വോത്രം. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ സംഭവിച്ചത്? ഇവിടെ ലോകത്തിൻ്റെ തീ അതിനകത്ത് വന്നപ്പോൾ, വാഗ്ദത്തമുള്ള അപ്പോസ്തലനെ അതിനകത്ത് വലിച്ചിട്ടപ്പോൾ ലോകത്തിൻ്റെ പോസ്പറസിൻ്റെ തീ മാറി അഭിഷേകത്തിൻ്റെ തീ അതിനകത്ത് വെളിപ്പെട്ടു. നിന്റെ മേലുള്ള കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുക. ഇന്ന് രാത്രി പറയണം, 2 പ്രാവശ്യം യോഹന്നാന് ശിക്ഷ കൊടുത്തു. 1, അവൻ്റെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം. 2, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് അവനെ വലിച്ചെറിഞ്ഞു. എന്തുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചില്ല? എന്താ കാര്യം? കാൽവറി ദർശനം കണ്ടവനാ, കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ നിലവിളിച്ചവനാ. അവൻ്റെ മാറിലേക്ക് നോക്കി കരമുയർത്തി കരഞ്ഞ യോഹന്നാനെ തകർക്കുവാൻ ഒരു റോമിൻ്റെ ശക്തിക്കും കഴിയത്തില്ല. അന്ന് വരെ വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതി, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി, നിന്റെ കുഞ്ഞിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി. പല പ്രാവശ്യം ക്യാൻസർ വരാം, പല പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വരാം. നാട്ടുകാർ നിന്റെ പേരെ വേലികൾ കെട്ടാം. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ നിന്റെ കുടിലിനകത്ത് വന്ന് നിന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി യോഹന്നാന് വേണ്ടി തീജ്വാലയ്ക്കകത്തിറങ്ങിയ ഒരു കരം ഈ ശനിയാഴ്ച രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടുകയാ. ഇന്ന് രാത്രി സിസ്റ്റർ വിളിച്ചു പറ, ലോകം നിന്റെ മരണം കാണുവാൻ ആഗ്രഹിച്ചിരിക്കുക. നാട്ടുകാർ പറയും നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ലെന്ന്. ദൂട്ട പിശാച് പറയുന്ന നിനക്ക് അനർത്ഥം വരുവാൻ പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും എന്നെ എഴുന്നേൽപ്പിക്കുക. യോഹന്നാനെ തൊട്ട കരം ഇന്ന് രാത്രി എന്നെ തൊടും. സ്വോത്രം. ബൈബിളിനകത്ത് എത്ര പ്രോമിസ് ഉണ്ട്. ഇന്നലെ ഞാൻ കറുത്ത പെൺകുട്ടിയായ രൂത്തിനെ പറ്റി ഒരു പ്രോമിസ് പറഞ്ഞു. ആരാ? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ അബ്രഹാമിനെ ദൈവം കണ്ടു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എഴുന്നേക്കട കുഞ്ഞ് എന്ന് പറഞ്ഞു. സ്വോത്രം. അബ്രഹാം എഴുന്നേറ്റു. അവനോട് പറഞ്ഞത് ഉൽപ്പത്തി 12, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ ദൈവം വിളിച്ചു. കൂടെ വിളി കേൾക്കാത്തൊരു പുള്ളിക്കാരനോട് ഇറങ്ങി. അവൻ്റെ പേര് ലോത്തെ. സന്തോഷമില്ലല്ലോ. അവരെ കൊണ്ടുപോയി 1498 കിലോമീറ്റർ ഇറാഖും കനാനും ഇസ്രയേൽ. അവിടെ പോയി ആടുമാടുകളും വീടുകളും ആയപ്പോൾ 2 കല്യാണം വന്നു. അബ്രഹാമിനൊരു അമ്മാമ്മ വന്ന് സാറാമ്മ, ലോത്തിനൊരു അമ്മാമ്മ വന്നു. ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല, മൗണ്ട് ഒലിവ് ചർച്ചക്കൂടിലും പേരില്ല. അങ്ങനെ ഒരു അമ്മാമ്മയെ പറ്റി ഓർമ്മയുണ്ടോ? ആ അമ്മാമ്മയെ ലോത്തിൻ്റെ അമ്മാമ്മ. സ്വോത്ര. 2 അമ്മാമ്മമാർ വീട്ടിൽ വരുമ്പോഴാണല്ലോ വളരെ കുഴപ്പമുള്ളത്. സന്തോഷമില്ലല്ലോ. ദൈവസഭയിലായാലും 2 ചെറുപ്പക്കാരെ എങ്ങനെയും കൊണ്ടുപോയിക്കൂടെ? 2 ചേച്ചിമാർ വീട്ടിൽ വരുമ്പോഴല്ലോ 2 റേഷൻ കാർഡ്, 2 അടുപ്പ്, 2 പിന്നെ ബാങ്ക് അക്കൗണ്ട്, ഇതെല്ലാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അത് പണ്ടേ ഉള്ള കുഴപ്പമാണ്. ആ സമയത്ത് അബ്രഹാം സാറാമ്മയും ചർച്ചിൽ പോകും. ലോത്തും കൂടെ തമ്പേറടിക്കാൻ പോകും. ഈ അമ്മമ്മ പോകത്തില്ല. ഈ അമ്മമ്മ വീട്ടിൽ നിന്ന് പ്രമാണവും രജിസ്റ്ററും എല്ലാം നോക്കിയപ്പോൾ സ്വത്ത് അബ്രഹാമിൻ്റെ, ആടുമാട് അബ്രഹാമിൻ്റെ. അന്നേരം അമ്മമ്മ നല്ല തലയണ മന്ത്രം ആരോട് പറഞ്ഞു? ലോത്തിനോട് പറഞ്ഞു. ഉർവശിയല്ല ശ്രീനിവാസനോട് തലയണ മന്ത്രം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ലോത്തിൻ്റെ അമ്മാമ്മയാ പറഞ്ഞത്. സ്വോത്രം. വീട്ടിൽ 2 കഞ്ഞി വെപ്പായപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, വീതം വെക്കാം. നല്ലൊരു വീതം വെപ്പ് നടന്നു. അബ്രഹാമും അങ്ങനെ വീതമൊന്നും വെക്കത്തില്ല. അവിടെ കനാന്യരും യബൂര്യരും യബൂസ്യരും പരിശീലും ഒക്കെ ഉണ്ട്. സഭയിൽ ഉപദേശിയില്ലയോ? മൂപ്പൻ കുഴപ്പം കാണിച്ച നാട്ടുകാർ. അബ്രഹാം പറഞ്ഞു, നിനക്ക് ആവശ്യമില്ല, നീ എടുത്തോളാൻ പറഞ്ഞു. തിരുവനന്തപുരവും ബേക്കറി ജംഗ്ഷനും കാട്ടാക്കടയും തിരുമലയും പേയാടും എല്ലാം ആര് കൊണ്ടുപോയെന്നറിയാമോ? ലോത്ത് കൊണ്ടുപോയി. അതിൻ്റെ പേരാ സോദോം ഗോമറ. പാവപ്പെട്ട അവറാച്ചൻ എവിടെ കിട്ടി? അമ്പൂരി, തേക്കുപാറ, അത് കഴിഞ്ഞ് 6 കാണി 10 കാണി. സന്തോഷമില്ലല്ലോ. അതിൻ്റെ പേരാ മമ്രയുടെ തോപ്പ്. ലോത്തിൻ്റെ വീട്ടിൽ ആടുമാടുകൾ സൗകര്യങ്ങളുമായി അവറാച്ചനൊരു കുടിലുണ്ട്. കുടിലിൻ്റെ പ്രത്യേകത എന്താ ഉള്ളത്? അവിടെ 2 കാര്യമുണ്ടായിരുന്നു. പെന്തിക്കോസുകാർ കേൾക്കണം. 1 യാഗപീഠം, 2 കരുവേലകം. എന്താ യാഗപീഠത്തിൻ്റെ പ്രത്യേകത? യാഗപീഠത്തിൻ്റെ പ്രത്യേകതയുടെ കാര്യം പറഞ്ഞു തരാം. അവരെന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. യാഗപീഠം. പഴയ നിയമത്തിൻ്റെ ആരാധന. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നാൽ ആഹാരം കഴിച്ചാൽ അവർ തിരി ഉയർത്തി പ്രാർത്ഥിക്കും. ഇന്ന് നമ്മുടെ വീട്ടിൽ വല്ല സന്ധ്യാപ്രാർത്ഥന വല്ലതും ഉണ്ടോ?
അയ്യോ അതെല്ലാം ടി വിക്കാർ ചെയ്യുമല്ലോ, നമ്മൾ നോക്കിയിരുന്നാൽ മതി. സ്വോത്രം. പണ്ടത്തെ കാലത്ത് വീട്ടിലെല്ലാം നല്ല പ്രാർത്ഥന. ഞാൻ വരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് 2005 എൻ്റെ പിതാവ് മരിക്കുന്നത്. അന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പോയതാ ഈ ബൈബിൾ. അന്ന് തൊട്ടാണ് സത്യസുവിശേഷത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലം എനിക്ക് 4 സഹോദരിമാരെ വീട്ടിലുള്ള പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ 40 വർഷം ഓർത്തഡോക്സ് സഭയുടെ ഉപദേശിയും തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ സുവിശേഷകനോ എല്ലാ പള്ളിയുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ളതാ. ഇന്ന് രാത്രി 2005 എൻ്റെ പിതാവ് മരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഭദ്രാസനാധിപൻ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട് ഗബ്രിയേൽ മാർ ഗീഗോറിയോസ്. അദ്ദേഹം അവിടെ നിന്നൊരു ചോദിച്ചാരുണ്ട്, അച്ചായം മരിച്ചു, ഈ പുസ്തകമെടുക്കാൻ ഈ വീട്ടിൽ ഇനി ആരുമില്ലല്ലോ. സ്വോത്രം. പെൺകൊച്ചുങ്ങളെല്ലാം കെട്ടിക്കഴിഞ്ഞു. അപ്പം തിരുമേനിയോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ സന്തോഷമായിട്ടുണ്ട്, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തിനെ ഞങ്ങൾ മറക്കത്തില്ല. സ്വോത്രം സ്വോത്രം സ്വോത്രം. എനിക്ക് വേണേൽ ഇവിടെ ബസ്സിരിപ്പുണ്ട്, കൈ കാശില്ലേ, ഒരു കമ്പ്യൂട്ടർ മേടിക്കാം, അല്ലെ ഒരു ടാബ് മേടിക്കാം, ഇതുമായിട്ട് സ്റ്റേജിൽ വരാം. പക്ഷേ പിതാക്കന്മാർ ഉയർത്തിയ വചനവുമായിട്ട് സ്റ്റേജിൽ വരുമ്പോൾ അതുപോലെ ഒരു സന്തോഷം വേറെയില്ല. സ്വോത്രം. അന്ന് രാത്രി ഹല്ലേലൂയ. അന്നത്തെ രാത്രിയിൽ എന്തായിരുന്നെന്നറിയാമോ? ഞങ്ങൾക്കൊരു ഓടിട്ട വീടാ, ഒറ്റ കട്ടിലേ ഉള്ളൂ. പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കയർ വരിഞ്ഞിരിക്കുന്ന ഒരു കട്ടിലാണ്. കയർ വരിഞ്ഞിരിക്കുന്ന ഒരു കട്ടിലിൽ വൈകിട്ട് ഞങ്ങൾക്ക് അത്താഴം കിട്ടണമെങ്കിൽ അപ്പച്ചൻ കട്ടിലേ കയറുമ്പോൾ കിറുന്ന ഒരു സൗണ്ട് കേൾക്കും. കയറുണ്ട്. ഞങ്ങളെല്ലാം ഈ പുഴവക്കത്ത് മാക്കിരിയിരിക്കുന്ന പോലെ താഴെ ഇരിക്കണം. വൈകിട്ടൊരു പാട്ടുണ്ട്, വന്ദനമേ സുപര ഇന്നു പകൽ മുഴുവൻ. ആ പാട്ട് വല്ലതും കേട്ടിട്ടുണ്ടോ? സ്വോത്രം. ഈ പാട്ട് പാടി ഒരു സങ്കീർത്തനം വായിച്ചെങ്കിൽ മാത്രമേ അന്ന് രാത്രി ആഹാരം കിട്ടത്തുള്ളൂ. കിട്ടുന്നതെന്താ? ഇച്ചിരി മരച്ചീനി, അതിൻ്റെ കൂടി ഇച്ചിരി കഞ്ഞി, ഒരുണക്കമീൻ. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇന്ന് പിള്ളേരോട് ഇത് വല്ലതും പറയും? ആര് പറയും? സ്വോത്രം. ഞാൻ പച്ചയ്ക്ക് പറയാം. ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന ഷൈനൊക്കെ എത്രയോ സ്റ്റേജുകളിൽ എടുത്തിട്ടുള്ള. ഞാൻ 5 വർഷം കൊട്ടാരക്കര കോളേജിൽ ST കോളേജിൽ ആദ്യം പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിക്കുമ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 3 ഉടുപ്പും 3 മുണ്ടും കൊടുത്ത 5 വർഷത്തോളം പഠിച്ചത്. കരമുയരുന്നില്ലല്ലോ. അന്ന് രാത്രിയിലെ സ്വോത്രം സ്വോത്രം സ്വോത്രം. അന്ന് പകലിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുമ്പോൾ എന്താ ഇന്നത്തെ കണക്ക് പിന്നെ അൽപകാമും കുഴിമന്തിയും ഒന്നും അല്ല മക്കള്. ഒരിച്ചിരി കാച്ചിലും ഒരു പക്ഷേ ഇച്ചിരി ചമ്മന്തിയും കാണും. സ്വോത്രം. എൻ്റെ കൂടെ പഠിക്കുന്നതെല്ലാം നല്ല അധ്യാപകരുടെ മക്കളും ബാക്കിയുള്ളവരുമാ. പഠിത്തത്തിൽ അഗ്രഗണ്യനായതുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ചോറുണ്ണാനിരിക്കത്തില്ല. പാവപ്പെട്ട ഞങ്ങൾ ലൈബ്രറിയുടെ താഴെ പോകും. എന്താ ചെയ്യാ, വല്ല അധ്യാപകരുടെ മക്കൾ നല്ല ഓംപ്ലേറ്റ് നല്ല അയില വറുത്തതും കൊണ്ടുവരുമ്പോൾ ഞങ്ങളെപ്പോലെ വീട്ടിൽ പട്ടിണിയുള്ളവർ കൊണ്ടുവരുന്നത് എന്താ? വെറും കാച്ചിലും അതുപോലെ ചമ്മന്തിയാ. അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ ജീവന്റെ വചനമെടുത്തപ്പോൾ ഇന്ന് കഴിക്കാൻ ഇഷ്ടം പോലെ കൊണ്ടുതരുമോ? വയ്യാത്ത പാട്. സന്തോഷമില്ലല്ലോ. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. അത് മാത്രമല്ല, പ്രഭാതത്തിലൊരു പാട്ടുണ്ടായിരുന്നു, മനമേ പക്ഷി കിടങ്ങി. അതിൻ്റെ പേരാ സന്ധ്യാപ്രാർത്ഥന. പെന്തിക്കോസുകാർ ചർച്ചകോടുകാരോട് ഞാൻ പറയാം, പിള്ളേരെ പരിപാടി വെക്കും, യൂത്ത് മീറ്റിങ്ങും പവർ മീറ്റിങ്ങും വെക്കുമ്പോൾ സ്റ്റേജ് കിടന്ന് തട്ടുപൊളിക്കാതെ പഴയ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയും കൊണ്ടുവന്ന് പഴയ കാലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ തലമുറകൾ രക്ഷിക്കപ്പെടും. മിണ്ടുന്നില്ലല്ലോ. സ്വോത്ര സ്വോത്ര. ആരും അത് പറയാത്തോണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം പോകുന്നത്. ഇന്ന് വൈകിട്ട് അമ്മച്ചി കാച്ചിൽ തോരനും അല്ലെന്നുണ്ട് ചമ്മന്തിയും കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കാർഡുവാട്ടും കുഴിമന്തി അൽപകാമും പറയും കഴിക്കാൻ. സ്വോത്ര. തെറ്റല്ല. വന്ന വഴികൾ മറക്കരുത്. കരമുയരുന്നില്ലല്ലോ. എന്നാ കുഞ്ഞെ നിനക്കൊരു വീട് കിട്ടിയത്? എന്നാ നിനക്കൊരു കാറ് കിട്ടിയത്? എന്നാ നിന്റെ പോക്കറ്റിനകത്ത് 500 നോട്ടുകൾ വന്നത്? എന്നാ നിന്റെ പേഴ്സിനകത്ത് 2 കാർഡുകൾ വന്നത്? ATM കാർഡുകൾ. ഈ പുസ്തകം എടുത്തത് കൊണ്ടല്ലേ ഇന്ന് രാത്രി സന്തോഷമില്ലല്ലോ. ഒരു കാലത്ത് പട്ടിണി കഞ്ഞി കുടിച്ച് ഒരു ബൈക്ക് റോഡിൽ കാണുമ്പോൾ എനിക്ക് കിട്ടുമോ? ഒരു കാറ് കാണുമ്പോൾ എനിക്കൊന്ന് ഓടിക്കാൻ പറ്റുമോ എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ചിന്തിച്ചപ്പോൾ, മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചപ്പോൾ, നിനക്ക് മനോഹരമായ ഒരു ഭവനം തരുവാൻ, നിനക്ക് തലമുറകളെ തരുവാൻ, നിന്റെ വീട്ടിന് മുമ്പിൽ വാഹനം തരുവാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം. സ്വോത്രം സ്വോത്രം. വന്ന വഴികൾ മറക്കരുത് മക്കളെ. അതുകൊണ്ടാണ് പല സൂചേട്ടകരും പറയാത്ത പച്ചയ്ക്ക് ഞാൻ പറയുന്നത്. സ്വോത്രം. ഇന്ന് രാത്രി കേൾക്കണോ? അങ്ങനെയെങ്കിൽ അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് ഒരു കരിവേലകോ യാഗവീട്, കരിവേലകം തണൽ ആരെങ്കിലും വരുന്നെങ്കിൽ ഒരു കട്ടൻ കാപ്പിയെങ്കിലും കൊടുക്ക്. ഒരു മധ്യാഹ്ന സമയത്ത് 2 ദൈവത്തിൻ്റെ ദാസന്മാർ സ്വർഗവും വന്നോ. അവറാച്ചന് പിടികിട്ടി. അവറാച്ചൻ നേരെ അവർക്ക് വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരന്മാരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സാറായെ വിളിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാർ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? സാറാമ്മച്ചി പറഞ്ഞു 3 അടങ്ങഴി മാവുണ്ട്, പടപടാ കുഴയ്ക്കാൻ പറഞ്ഞു. സാറാമ്മച്ചി ഇത് കുഴച്ചു.
അബ്രഹാം എവിടെ പോയി? നേരെ തൊഴുത്തിനകത്ത് പോയി നല്ലൊരു മൃഗത്തെ കട്ട് ചെയ്തു, നല്ല കുബൂസ് ഉണ്ടാക്കി. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് ഗൾഫിലെ പിള്ളേരുള്ള സാറാമാമ, സ്വോത്രം. അതിനുശേഷം അവറാച്ച ഒരു മട്ടൻ കറിയും വെച്ചു. അപ്പോൾ ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് ആരാ? കാട്ടാക്കട നെയ്യാറ്റിൻകര വിസ്മയല്ല, അവറാച്ചാനും സാറാമാമ, സ്വോത്രം. ഇൻസ്റ്റൻ്റായിട്ട് കാര്യം ഉണ്ടാക്കി ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കൊടുത്തു. അവർ കഴിച്ച് വെള്ളം കുടിച്ചിട്ട് അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ ഞങ്ങൾ ഓർമ്മയുണ്ടോ? അബ്രഹാം പറഞ്ഞു, നിങ്ങളെ ഓർമ്മയുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇറാക്കി വെച്ച് പറഞ്ഞത്. എനിക്ക് വീട്, കാറ്, കമ്പ്യൂട്ടർ, എനിക്ക് തലമുറകൾ തരാൻ പോവാ. ഉടനെ സാറാമ്മയും കൂടെ ചാടി വന്നു. അവറാച്ചാൻ പറഞ്ഞു, എനിക്ക് 100 സെഞ്ചുറി അടിക്കാൻ പോകും, 99. അമ്മാമ്മ പറഞ്ഞു 89. നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ അച്ചായനോട് ഈ വചനം എടുത്താൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കിട്ടും, തലമുറകളെ കിട്ടും, UK ഇപ്പോൾ SAT ശാന്തമ്മയും ക്രെഡൽസിലെ ശാന്തമ്മയും പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ടാന്ന്, കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലെന്ന്. MRI എല്ലാം ഫെയിലുവറ. ഉടനെ നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു, കരമനയിൽ ഒരു ബിഗ് ബസാർ വന്നിട്ടുണ്ട് അമ്മാമ്മ, നാളെ രാവിലെ ഓട്ടോ പിടിച്ചിട്ട് അവിടെ ചെന്ന് ഒരു തൊട്ടിലും മേടിച്ചോണം, 3 കിലുക്കും മേടിച്ചോണമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. നാടൻ ഭാഷ. അമ്മാമ്മയ്ക്കകത്ത് പോലും ചെന്നില്ല. അമ്മാമ്മ കൂടാരത്തിൻ്റെ വാതക്ക നിന്ന് മറഞ്ഞെന്ന് ചിരിച്ചു. 89 വയസ്സുള്ള സാഭാര ഗർഭം ധരിക്കുമോ? അബ്രഹാമിനൊരു സംശയം. അപ്പൊ ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 99 വയസ്സ് അവറാച്ചായൻ. സാറാമ്മയ്ക്ക് എത്ര വയസ്സ്? 89. SAT ഹേമാമാടൻ തള്ളി. ക്രഡൻസ് ഹോസ്പിറ്റലിലെ ശാന്തമാമാടൻ പറഞ്ഞു, ഇതുവഴി വരിയേ വേണ്ട, സ്വോത്രം. നോ പോസിബിലിറ്റി. ലോകം പറയും പോസിബിലിറ്റി ഇല്ലെന്ന്, എന്നാൽ അവർ ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ നീ പറയണ സകലത്തിലും സാധ്യമായ ഒരു ദൈവത്തിൻ്റെ കരം എൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങിയാൽ, സ്വോത്രം. കുന്നപ്പുഴ നാടനാ, സ്വോത്രം. ഇംഗ്ലീഷിലേക്ക് കിടക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ദാസന്മാർ പോയി. ഈ വചനം അങ്ങോട്ട് കയറിയപ്പോഴേ അബ്രഹാമിൻ്റെ ഞരമ്പ് അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങി, അവൻ്റെ കൗണ്ടുകൾ മാറുവാൻ തുടങ്ങി. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കണം. സാറയുടെ ഗർഭപാത്രത്തിനകത്ത് യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകളെല്ലാം വചനത്താൽ അലിയുവാൻ ഇടയാൽ. ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യുവാൻ കരുത്തുറ്റ ദൈവത്തെ നീ ആരാധിക്കുന്നത്, വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. Something is happened in this moment. ഇന്ന് രാത്രി ശരീരത്തിനകത്ത് ചില തൈറോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ, ഇന്ന് രാത്രി യൂട്രസിനകത്ത് ഫൈബ്രോയിഡുകൾ, ഇന്ന് രാത്രി യൂട്രസിനകത്ത് വളരുന്ന അനാവശ്യമായ സിസ്റ്റുകൾ സ്വർഗത്തിന് ഭൂമിക്ക് നാഥന യേശുവിൻ നാമത്തിൽ ഈ രാത്രി വിട്ടുപോകട്ടെ. അബ്രഹാമിൻ്റെ കുടിലിൽ മാത്രമല്ല, ഇന്ന് രാത്രി കുന്നപ്പുഴയിൽ അത്ഭുതം ചെയ്യുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കറി. സ്വോത്രം. മാസം 3 കഴിഞ്ഞു. ഒരു ദിവസം സാറാമാമ നമ്മുടെ പുറംപറമ്പിൽ കലം മടക്കിക്കൊണ്ടിരുന്ന, സാറാമാമ കലം മടക്കിക്കൊണ്ടിരുന്നപ്പോൾ നാടൻ ഭാഷ അമ്മാമ്മ ഇങ്ങനെ പടപടാ ഛർദ്ദിക്കുന്നു. ഛർദ്ദിച്ച സമയത്ത് അവറാച്ചായൻ ഓടിച്ചെന്നു. സാറായുടെ മുതുകത്ത് നാടൻ ഭാഷയെ തടവി. സാറമാമ പറഞ്ഞു, മനുഷ്യ മുതുകത്ത് തടവാതെ വല്ല വാളംപുളി എങ്ങാനും കൊണ്ടുവരാൻ പറഞ്ഞു. കരം ഉയരുന്നില്ലല്ലോ. ഇതിൻ്റെ പേരാ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. ആശുപത്രിയുടെ വാതിലുകൾ നിനക്കെതിരെ അടയും. ഡോക്ടറുടെ റിപ്പോർട്ട് നിനക്കെതിരായിരിക്കും. സ്കാനിൻ്റെ റിപ്പോർട്ടുകൾ നിനക്കൊരു പോസിബിലിറ്റി കാണത്തില്ല. എന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വചനം ഇറങ്ങി വരുന്നു. ഇന്ന് രാത്രി നിന്റെ മേൽ പകരുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ തലമുറകളെ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സ്വോത്രം. കിട്ടിയോ? 100ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനെ കിട്ടി. അവൻ്റെ പേരാ ഈസഹാക്ക്. ഇന്ന് രാത്രി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഹബക്കൂക്കിനോട് ചേർന്ന് അത് പരിസമാപ്തിയിലേക്ക് വരും. ഇന്ന് രാത്രി ആ രീതി ഊതേറ്റെടുക്കുക. ഇന്ന് രാത്രി ആ ദൈവദാസൻ ഈ വചനം പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറകളിൽ മക്കൾ വരത്തല്ലത് ഉട്ടപ്പിശാച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ കൺവെൻഷനിൽ ചിരിയുടെ സന്തതിയായ ഈസഹാക്കുമായി ഞാൻ കുന്നപ്പുഴയിൽ സാക്ഷ്യം പറയുമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്ത്. ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ, ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി കല്ലറകളെ പൊട്ടിച്ച് മരിച്ചവനെ ഉയർപ്പിച്ച് 38 വർഷം ബെഥസ്ദ കുളക്കടവിൽ കിടന്നവനെ കരം കൊടുത്ത് പിടിക്കുവാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ, യെസ്, ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. സ്വോത്രം. ഇതാ പ്രോമിസ്. ഇനി അടുത്തത് കേട്ടോണേ. ഒരപ്പച്ചനും ഒരമ്മച്ചിയും ദൈവദാസന്മാർക്ക് എന്താ കൊടുത്ത്? ഒരു നേരത്തെ വെള്ളം, അത് കഴിഞ്ഞിട്ട് 3 കുബൂസ്, ഇച്ചിരി മട്ടൻ കറി. പ്രസിഡന്റ് മറക്കും, DP മറക്കും, ഓവർസിയർ മറക്കും. മറക്കാത്ത ഒരു ക്യാമറ സ്വർഗത്തിലുണ്ട്. സ്വോത്രം.
കേട്ടോ എന്താ ഇസ്രായേൽ മക്കൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ അടിമത്തിൽ നിന്നപ്പോൾ ഫറവോന്റെ കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാറേൽക്കുന്നു. സ്വതന്ത്രം അവിടെ പട്ടിണി മൂലം വല്ലവരും മരിച്ചില്ല. ദൈവമാര് ഇസ്രായേലിന് വേണ്ടി ആകാശത്ത് നിന്ന് മന്നയെ കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം. ഒരപ്പച്ചനും ഒരമ്മച്ചി ഒരു നേരത്തെ ആഹാരം ദൈവമക്കൾ കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം മന്നയെ കൊടുത്തു. തീർന്നില്ല. അടുത്തത് രണ്ടാമത്തെ സംഭവം ഏറ്റവും നിർണായകമായി. ഇവിടെ തിരുമലയിൽ കുന്നപ്പടിയിൽ നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്ന ചിന്നമ്മ സിസ്റ്റർ ഒരു കോഴിയെ പിടിക്കണമെങ്കിൽ 2 പറമ്പ് കറങ്ങണം കോഴിയെ പിടിക്കാൻ. പക്ഷേ ഇസ്രായേൽ മക്കൾ രാവിലെ മിസ്രൈമിന്റെ പാളയത്തിൽ നിൽക്കുമ്പോൾ ദർവാദ കോൾനേക്കാട്ടായി മാട്ടുകിലോ മുറുകി ബാഗർ കടാതെ കാടപ്പച്ചി നിൽക്കുവാന്ന് പിടിച്ചോളാം, കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. എന്നിട്ട് അവർക്ക് കയ്പ് കാടിയാണോ കൊടുത്തത്? അപ്പച്ചനും അമ്മച്ചിയും ഒരു നേരത്തെ വെള്ളം ദൈവത്തിന്റെ ദാസന്മാർക്ക് കൊടുത്തപ്പോൾ മാറായെ പിളർന്ന് മധുരജലം കൊടുത്തവരാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി വിശ്വാസത്തോട് മൗണ്ട് ഒലിവ് ചർച്ച പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നീ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, ദൈവസഭയ്ക്ക് ഒരു കാർപ്പറ്റ് കൊടുത്താൽ, ഒരു മൈക്ക് മേടിച്ചു കൊടുത്താൽ, ഒരു കറങ്ങുന്ന പാൻ നീ ദൈവസഭയ്ക്ക് കൊടുത്താൽ, നിന്റെ തലമുറകളെ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം ആരുടെയും കടക്കാരനല്ല. സ്വോത്രം. നിന്ന പ്രോമിസ് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് മൊത്തം കൈയടിക്കും. സ്തോത്രം. അത്രയും പ്രോമിസുകൾ ബൈബിളിലുണ്ട്. ഇന്ന് രാത്രി വയോധികനായ യോഹന്നാന് സ്തോത്രം തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തുനിന്ന് വലിച്ചു പുറത്ത് കൊണ്ടുവന്നു. ഡൊമീഷൻ്റെ അടുത്ത് എന്നിട്ട് പടയാളികൾ പറഞ്ഞു, സാറേ ഈ മനുഷ്യനെ കൊല്ലാൻ പറ്റത്തില്ല, ഈ വല്യപ്പന് അതാ സാധാരണമായി ശക്തിയുള്ള. ഡൊമീഷൻ പറഞ്ഞു, ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, യവനെ നാട് കടത്തി പട്ടിണിക്കിട്ടങ്ങ് കൊന്നേക്കാം. അന്ന് നാട് കടത്തുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഇന്നത്തെ ഗ്രീസ്, അതിൻ്റെ തലസ്ഥാനം ഏതൻസ്. 60 മൈൽ ഒഴുകുന്ന നദിയുണ്ട് തേംസ്. ഒളിമ്പിക്സ് ആരംഭിച്ച സ്ഥലം. അവിടെ പൂവാറിൽ ഐലൻഡ് കിട്ടുന്നത് പോലെ ഒരു ദ്വീപുണ്ട് പത്മോസ്. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന ദ്വീപ്. വയോധികനായ യോഹന്നാനെ ഒരു പോലീസ് ജീപ്പിൽ കയറ്റുന്നത് പോലെ യാനത്തിനകത്ത് കയറ്റി. ഈ യാനം എവിടെ ചെന്നു? പത്മോസിൽ ചെന്നു. യാനത്ത് ചെന്നപ്പോൾ അതിൻ്റെ വാതിലുകൾ തുറന്നു. വാതിലിൻ്റെ പ്രത്യേകത ഇരുമ്പ് കൊണ്ടുള്ള ചങ്ങലകളാണ്. വാതിൽ തുറന്ന് യോഹന്നാൻ ഉപദേശിച്ച് അവിടത്തേക്ക് തള്ളിയിട്ടു. ചില നിമിഷങ്ങൾ വാതിലുകൾ അടഞ്ഞു. കൊണ്ടുവന്നവർ ഒന്നും മിണ്ടിയില്ല. യാനം സ്റ്റാർട്ട് ചെയ്തു പോയി. യോഹന്നാൻ ഉപദേശിച്ച് അവിടെ കടന്നു. 5 കാര്യങ്ങളാണ് കാണുന്നത്. ആകാശമുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥികഷ്ണം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടികളുടെ ദുർഗന്ധം. ഇതിന്റെ നടുവിൽ പാറക്കൂട്ടങ്ങളുടെ നടുവിൽ യോഹന്നാൻ അപ്പോസ്തലൻ മുട്ടുമടക്കി. ഇന്ന് രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കുക. ഇന്ന് രാത്രി 10,000 വാട്സ് കാണത്തില്ല, കൂടെ സബോർഡിനേറ്റ് ദൈവദാസന്മാർ കാണത്തില്ല. എന്ന് രാത്രി നിന്റെ കണ്ണുനീർ പാറക്കൂട്ടത്തിനകത്ത് ഇറങ്ങി വരുമോ, അന്ന് രാത്രി ഉയരത്തിന്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി കുന്നപ്പടി ഏറ്റുപാടണം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. മിണ്ടുന്നില്ല. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. സഹോദരി, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്ത്. സഹോദര, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. അപ്പച്ച, ഇന്ന് രാത്രി അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്ത്. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. സഭ ഏറ്റുപറയണം, എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. ഇന്ന് രാത്രി ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നീ മുട്ടുമടക്കുക. കാൽവരി ദർശനം കണ്ട ദൈവ പൈതലിനെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. 2021 ഏപ്രിൽ മാസം 1-ാം തീയതി പറയണം, എൻ്റെ വീട്ടിനകത്തും പത്മോസിൽ ഇറങ്ങിയതുപോലെ ഒരു കോവടി ഈ ദിനങ്ങളിൽ ഇറക്കി തരുവാ. അടകാരഗത ബൗഡ രീക ശബ്ദ രാധ. ഇന്ന് രാത്രി നിന്റെ ഭാവിക്കെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ പിശാച് പല ഇരുമ്പ് ചങ്ങലകൾ വച്ചങ്ങ് അതിൻ്റെ നടുവിൽ നിന്ന് ഒരു ലാഡർ ഇറക്കി തരുവാ. പത്മോസിനകത്ത് യോഹന്നാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ കോവടി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കാണും. ഈ ഏപ്രിൽ മാസം 1-ാം തീയതി എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ ഭാരമുള്ള വിഷയത്തിന് വേണ്ടി, എൻ്റെ രോഗക്കെട്ടുകളെ മാറ്റുവാ. സ്വർഗത്തിന്റെ കോവടി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒന്നിറക്കി തരണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമെങ്കിൽ വിടുതൽ ഏറ്റെടുക്കുവാൻ നീ തയ്യാറാ. സ്തോത്രം. സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. ആ ദിവ്യ ദർശനം, ആ വെളിപ്പാട്. 7 പൊൻനിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ കാൽവറിയിൽ 39 അടികളേറ്റു. വിരൂപമാക്കപ്പെട്ട യോഹന്നാൻ കാണുന്നത് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം. അവൻ്റെ മേലൊരു കരമിറങ്ങി. ആദ്യൻ അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും തക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനെ ഒരിക്കൽ
ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം 404:22 അപ്പോക്കാലിപ്സ്. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 ആസിയയിലെ 7 സഭ, 4 സഭ ഇവിടില്ല, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രയേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ തൃത്വത്വം, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണ, 16 7 കാഹളം, 7 കലശം, 7 ദൂതന്മാർ, 17 വേശ്യയുടെയും മ്ലേച്ഛതയുടെയും ഉപദേശം, മഹദിയാം ബാബിലോൺ, 18 ഭൂമിയിലെ വ്യാപാരികൾ, ട്രേഡ് ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം വന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ ശുദ്ധീകരിക്കട്ടെ, 20 ഹർമഗദോൻ യുദ്ധം, അന്തിമ യുദ്ധം, 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, ഒന്നാമത്തെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി, 22 ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് രാത്രി അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ, ആസിയയിലെ 7 സഭ. ഇന്നലെ ഞാൻ പറഞ്ഞു ബൈബിളിൽ 10 യുഗം. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടുന്ന കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. ഇന്ന് നമ്മുടെ പെന്തിക്കോസിനകത്ത്, CSIക്കാരൊന്നും അത്ര പ്രശ്നക്കാരില്ല, പെന്തിക്കോസിനകത്ത് പഴയ കാലത്ത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് 4 കൂട്ടുകാരായിരുന്നു. ആരൊക്കെയായിരുന്നു? കോളേജിൽ പഠിക്കുന്നവർ, ഗോലി കളിക്കുന്നവർ, പള്ളിയിൽ പോകുന്നവർ, സ്വോത്രം കളിത്തട്ട് കളിക്കുന്നവർ, ഇവരൊക്കെ എല്ലാവരും നമ്മുടെ കൂട്ടുകാർ. സഹോദരന്മാർക്ക് സന്തോഷമില്ലല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ കൂട്ടുകാരാരാ? 1 ഫേസ്ബുക്ക്, 2 വാട്സപ്പ്, 3 യൂട്യൂബ്, 4 ട്വിറ്റർ. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഈ 4 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം, 1 പെന്തിക്കോസുകാർ, 2 മുസ്ലിങ്ങൾ കേട്ടാലും കുഴപ്പമില്ല, അവർ നോമ്പ് മാസ. ഈ 2 സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഈ ക്രിസ്ത്യാനികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരെന്നറിയോ?